ആരോ വരുന്നു. വരുന്നു മാറിക്കില്ല, ഏത്ത് വന്ന് കയറും. എന്തോന്ന്? ആരോ വരുന്നെന്ന് പറഞ്ഞു. അതാണ് ആരോ ഒരു താടി വെച്ച ആള് വരുന്നു. എന്ത്? വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? ഇത് എവിടുന്നാ ചിരി വന്നിട്ട് വായ ഉണ്ടായിരുന്നു. വായായിരുന്നു, ഞാൻ എയർ ഹോളായിരിക്കും. ചിരിച്ചിട്ടും കണ്ടിട്ട് മനസ്സിലായിട്ടില്ല? മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായിട്ടില്ല? മനസ്സിലായില്ല. നിന്റെ വാസൂട്ടി മാമൻ. ആര്? വാസൂട്ടി മാമൻ. എന്നെ കൊണ്ട് സാധിക്കും. പറഞ്ഞോ വാസൂട്ടി മാമൻ. അമ്മാവോ, എന്റെ പെണ്ണുമ്പളെ പേര് പറഞ്ഞു കൊല്ലാൻ വേണ്ടി വന്നാന്നോ? അമ്മാവന് ഈ താടിയൊക്കെ ഇങ്ങനെ വളർത്തി എന്ത് ഈ സംഭവം, ഈ റബ്ബർ ബാറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്? ഇതെന്താന്നറിയോടാ, ഞാൻ അത്യാവശ്യം എഴുതും. അത്യാവശ്യം ഇല്ലെങ്കിലോ? പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ ചുമ്മാ ഇരുന്ന് എഴുതാൻ വേണ്ടി. എടാ ഞാൻ ഈ എഴുതുന്ന സമയം പെൻസിൽ വെച്ചാണ് എഴുതുന്നത്. അപ്പൊ ഞാൻ എന്താ തെറ്റുമ്പോ ഈ റബ്ബർ വെച്ചിട്ട് ഇങ്ങനെ മായ്ക്കും. എന്നാ പിന്നെ ഒരു പെൻസിൽ കഴുത്തെ കെട്ടി തൂക്കിയിട്ടല്ലോ. പിന്നെ സ്റ്റേറ്റ് ബാങ്കിന്റെ റിസപ്ഷൻ അല്ലേ ഞാൻ കെട്ടി തൂക്കി ഇടാൻ വേണ്ടിട്ട് പെൻസിൽ. കാര്യം ചെയ്യട്ടെ അമ്മാനെ, ഈ 10-35 കൊല്ലം ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അന്നങ്ങാണ്ട് അമ്മാൻ ഇവിടെ വരെ ഒന്ന് വന്നതാണ്. അതെ. എവിടെ ആയിരുന്നു അമ്മാവൻ ഇത്ര നാളും? ഞാൻ ഈ നശിച്ച നാട്ടിൽ നിന്ന് അങ്ങ് പോയി. എന്താ നശിച്ചത്? നശിച്ച നല്ല ചെയ്താൽ പ്രോത്സാഹിപ്പിക്കാത്ത ഈ നാട് എനിക്ക് വേണ്ട, ഞാനങ്ങ് പോയെന്ന്. അമ്മാവൻ എന്താ നല്ല കാര്യമാണ് ചെയ്തത്? എടാ ഒരാൾക്ക് പൈസ കൊടുക്കുന്നത് ശരിയോ തെറ്റോ? അയ്യോ, പൈസ കൊടുക്കുന്നത് നല്ല കാര്യമില്ല. നല്ല കാര്യമില്ല അമ്മാവാ. അല്ലല്ലോ, എന്നെ അതിന് പോലീസ് പിടിച്ചെന്ന്. അയ്യോ, ഒരാൾക്ക് പൈസ കൊടുത്താൽ എന്തിനാ പോലീസ് പിടിക്കുന്നത്? ആ എവിടെ എടുത്ത് വെച്ചാ കൊടുത്തത്? ഞാൻ ഈ കാണിക്ക വെച്ച് കുത്തി തുറന്നെടുത്ത് കൊടുത്തായിരുന്നു. അതിന് പോലീസ് പിടിച്ചു. ശരിയാണോ? ശരിയാണോ? അതാ ഞാൻ ചോദിച്ചോ, പോലീസ് പിടിച്ചാൽ ശരിയാണോ? ആണിക്കൊന്ന് കുറിച്ച് പഠിച്ചത് ശരിയാണെന്നാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ സ്വന്തമായിട്ട് പൈസ എടുത്ത് കൊടുക്കത്തില്ലായിരുന്നു? എനിക്ക് സ്വന്തമായിട്ട് കാണിക്ക വഞ്ചി ഇല്ലട ഇറക്കുക. അതല്ലേ ഞാൻ ആ കാണിക്ക നമ്മൾ ഈ നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അല്ല ചീത്ത കാര്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല, എതിർക്കും. ഞാനൊരു ദിവസം ഇങ്ങനെ വന്നപ്പോ ഉണ്ടല്ലോടാ, ഒരു അമ്മ ഒരു കുഞ്ഞിനെ തോളത്ത് വെച്ചോണ്ടിരിക്കുക. ഈ കുഞ്ഞ് ഈ അമ്മ കാണാതെ ഈ ചെയിന് മാല ഇങ്ങനെ കടിച്ച് തിന്നുക. സ്വർണം, ഈ സ്വർണ്ണം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അപകടം സംഭവിക്കത്തില്ലേ? മരണം വരെ സംഭവിക്കാം. ഞാനൊരു മാജിക്കുകാരന്റെ ലാഘവത്തോടു കൂടി ആരും അറിയാതെ ആ മാല ഇങ്ങനെ ഊയിങ്ങെടുത്തു. എടുത്തിട്ട് അമ്മയുടെ കൈ കൊടുത്തോ? അമ്മയുടെ കൊടുത്ത അമ്മ വീണ്ടും കുഞ്ഞിന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കത്തില്ലേ? തിന്നത്തില്ലേ? അപകടമല്ലേ? പിന്നെ ആ മാല അമ്മാവൻ എന്താ കാണിച്ചു? ഞാൻ അങ്ങ് വിറ്റു. കൊള്ളാം, നല്ല കിടക്കാച്ചി കള്ളനാ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് വേണ്ട. എന്തുവാ നിന്റെ കിടക്കാച്ചി കള്ള എനിക്ക് വേണ്ട. ഈ കള്ളിന്റെ കാര്യം പറയട്ടെ, ഈ കള്ളും ചാരയൊന്നും അമ്മാവൻ കുടിക്കുന്നൊന്നുമില്ല. ഇല്ല, തലയ്ക്ക് പിടിക്കുന്ന മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു ലഹരി പദാർത്ഥങ്ങളും ഞാൻ ഉപയോഗിക്കത്തില്ല. അന്ന് എടുത്ത് കളഞ്ഞേ. തീർത്ഥം. തീർത്തോ? അല്ല, തീർത്ഥം. തീർത്ഥാടനമാണല്ലോ എന്റെ ഉദ്ദേശശുദ്ധി. മഹാരാഷ്ട്ര, ഡൽഹി, ഉത്തർപ്രദേശ്, UP, അരുണാചൽ പ്രദേശ്, അങ്ങനെ ഞാൻ ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി. പിടിച്ചടാ, ഇത് പിടിച്ച. ഈ തലകറക്കം BP ഒക്കെ ഉള്ളത് ഇവിടെ കാണാൻ നിന്നാ പറയാ, വായി നോക്കി കറങ്ങി നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പോലെ 24 മണിക്കൂറും പെണ്ണും പിള്ളേരെ മടിയിൽ കെട്ടിപ്പിടിച്ചിരിക്കുമെന്നാണ് നീ പറയുന്നത്? അമ്മാവൻ ആരാ ഈ കാര്യം പറഞ്ഞത്? എടാ, UP ഇരുന്നപ്പോ ഞാൻ അറിഞ്ഞു. കുടുംബത്തിലെ കാരണവരായിട്ടുള്ള ഞാനിത് അന്വേഷിക്കണോ വേണ്ടയോ? അങ്ങനെ നമ്മളെ കുടുംബ വീട്ടില് തിരുവില്ലാമലയിൽ വന്നു. അവിടെ വന്നപ്പോ പറയുക, നീയും പെണ്ണും പിള്ളേ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച യാത്ര ചെയ്യത്തുള്ളൂ, നിങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കത്തുള്ളൂ, കല്യാണത്തിന് പോലും ഭയങ്കര പ്രേമോ സ്നേഹമോ. എടാ, നമ്മളെ കുടുംബത്തിലുള്ള പിള്ളേർക്ക് നാണക്കേടല്ലേടാ? എന്റെ പൊന്നമ്മ, ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങൾ അംഗീകരിച്ചതാണ് മാതൃകാ ദമ്പതി എന്ന് പറഞ്ഞുകൊണ്ട് പ്ലൈവുഡ് 2 ശില്പങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2 പലവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മുതുക്ക് കൂത്താട്ടം നീ കിടന്നാർന്നത്. അമ്മാവാ, ഞങ്ങളെ പിരിപ്പിക്കാൻ അമ്മാവനല്ല, ലോകത്ത് ആർക്കും പറ്റത്തില്ല. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പിരിക്കും. എങ്ങനെ? ഞാൻ പിരിക്കും. എങ്ങനെ? 16 വർഷക്കാലമായിട്ട് എന്റെ മനസാക്ഷി കോടതിയിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കഥ ഇന്ന് ഞാനിവിടെ പബ്ലിഷ് ചെയ്യും. അതെന്റെ ആവശ്യമാണ്. ഇവരുടെ സ്നേഹം എനിക്ക് അസൂയ, ഞാൻ പൊളിക്കും. എങ്ങനെ പൊളിക്കും? എന്താ പറഞ്ഞു പൊളിക്കുന്ന പറഞ്ഞത്? കാണണമല്ല. എടാ, നമ്മളെ കുടുംബത്തിലെ തിരുവല്ലാമലയിൽ ഈ ഇടയ്ക്ക് അങ്ങനെ നീ പോയായിരുന്നു? തിരുവല്ലാമലയിലൊക്കെ കുറേ വർഷമായി ഞങ്ങൾ എത്ര വർഷം നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ വെച്ച് സന്ധ്യ കണ്ടായിരുന്നു. തിരുവല്ലാമല മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും സന്ധ്യ ഉണ്ടല്ലോ, സൂര്യൻ അസ്തമിക്കുന്നത്. ആ സന്ധ്യയല്ല, പിന്നെ ഞാനൊരു സ്ത്രീ സന്ധ്യയെ കണ്ടത്. അതിനിപ്പോ ഞങ്ങളെന്ത് വേണം? എടാ, നിനക്കറിയാന്നുള്ള സന്ധ്യ, ആ സന്ധ്യ നിനക്ക് മറന്നുപോയോ നീ ഇത്രയും കാലമായിട്ട്? പിരിയത്തില്ല. ആ സന്ധ്യയുടെ കൂട്ടത്തിൽ നിന്റെ അതേ രൂപത്തിലും അതേ പൊക്കത്തിലും അതേ ഗ്ലാമറിലും ഒരു പയ്യനെയും കൂടെ ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് മിക്കവാറും അവർ 2 നാളെ ഇങ്ങോട്ട് വരും. എടാ വിക്രമാ. അല്ല, അങ്ങനല്ലോ, വിക്രു എടിയെന്നില്ലേ വിളിച്ചോണ്ടിരുന്നത്? അത് കുറച്ചു മുമ്പേ. ഇപ്പം നീ എടൻ, ഞാൻ എടി, നമ്മൾ തമ്മിൽ ഇടി. എങ്ങനല്ല യവന ഇടി. കുടുംബം പിരിക്കാൻ വേണ്ടി കയറി വരും. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടുവിടല്ലടാ. കുടുംബം പിരിക്കാൻ വേണ്ടി കയറി വേല ഈ വീട്ടിലോട്ട് വന്നു പോലും. കാലിന്റെ മുട്ടുകാരെ തല്ലി ഓടിക്കും ഞാൻ. നമ്മളെ പിരിക്കാൻ വേണ്ടി കാണിക്കുന്ന വേല ഉണ്ടില്ലേ, സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ?
അല്ല അതിന് പ്രായമുള്ള ഒരാളെ ഇങ്ങനെ ചാടിച്ചെന്ന് പറയുമ്പോൾ ഒരു അത് എന്തായാലും കാണിക്കുന്ന മോശമല്ലേ അത്? നിങ്ങളുടെ അമ്മാവനില്ലേ അപ്പൊ അമ്മാവൻ അങ്ങനെ ചാടിച്ചത് മോശമായി പോയില്ലേ? ആര് കാണിച്ചത്? അമ്മാവൻ അങ്ങനെ ചാടിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളല്ലേ പറഞ്ഞു വിട്ടത്? ഞാനല്ലേ പറഞ്ഞിട്ട് നീയല്ലേ പറഞ്ഞു വിട്ടത്? നിങ്ങളല്ലേ പറഞ്ഞു വിട്ടത്? അവിടെ ഞാനല്ലല്ലോ പറഞ്ഞു വിട്ടത്, നീയല്ലേ പറഞ്ഞു വിട്ടത്? കൈചൂടി സംസാരിക്കല്ലേ? കൈചൂടി സംസാരിക്കല്ലേ? കൈചൂടി സംസാരിച്ചാല് പിന്നെ കൈചൂടി സംസാരിച്ച് പിന്നെ അയ്യോ. നിർത്താം. വഴക്കാ അല്ല സ്കിറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.